വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായി കടന്നുകൂടിയവർക്കെതിരെ നടപടി വേണമെന്ന് ബി.ജെ.പി. ബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാർ വ്യാജരേഖകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ പ്രവേശിക്കാൻ ശ്രമം നടത്തുകയാണ്. ഇത് തടയണമെന്നാവശ്യപ്പെട്ട് ബംഗാളിലെ ബി.ജെ.പി. നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ചു. ബംഗാളിൽ BLOമാർക്ക് മേൽ തൃണമൂലിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും ബി.ജെ.പി. പരാതിപ്പെട്ടു. അതേസമയം BLOമാരുടെ സമരത്തിൽ കൊൽക്കത്ത പോലീസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. വിവരങ്ങളുമായി നന്ദഗോപൻ ഇപ്പോൾ ചേരുന്നു. നന്ദഗോപൻ, പറയൂ. വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായി കടന്നുകൂടിയവർക്കെതിരെ നടപടി വേണമെന്ന് ബി.ജെ.പിയുടെ ആവശ്യം വരുന്നു. ബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാർ വ്യാജരേഖകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ പ്രവേശിക്കാൻ ശ്രമം നടത്തുകയാണ് എന്നാണ് ആരോപണം. നന്ദഗോപൻ, പറയൂ വിവരങ്ങൾ. ഈ പശ്ചിമ ബംഗാളിൽ FIR-നെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാൽ അത്തരം പ്രതിഷേധങ്ങളൊക്കെ തന്നെ അസ്ഥാനത്താണ്, അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾ അനാവശ്യമാണ്. രാഷ്ട്രീയ ലാഭേച്ഛയോടുകൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. അതായത് വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായി കടന്നുകൂടിയവർക്കെതിരെയാണ് ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഇത് ധാരാളമായി ഉണ്ട് എന്നുള്ളതാണ് BJP തെളിവുകൾ സഹിതം അണിനിരത്തുന്നത്. ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ പ്രവേശിപ്പിക്കുവാനുള്ള അവസരം നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ BJP ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP നേതാക്കൾ നേരിട്ട് കണ്ടു. ബംഗാളിൽ BLOമാർക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും BJP ആരോപിക്കുന്നത്. BLOമാർക്ക് സ്വതന്ത്രമായി അത്തരത്തിൽ അവരുടെ തൊഴിലെടുക്കുവാനുള്ള അവസരം ഒരുക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് സർക്കാർ തന്നെ, അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടി തന്നെ അതിന് വിലങ്ങുതടിയാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ BJP ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ ഒരു പരാതി, ആ പരാതിയിൽ ഇത്തരം നടപടികൾ, അതായത് ഈ BLOമാരെ തടഞ്ഞു നിർത്തുകയും അതേപോലെ തന്നെ BLOമാരുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് നടത്തുന്ന ഇത്തരം നീക്കങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ അവിടുത്തെ ധാരാളമായി വോട്ടർ പട്ടികയിൽ കൂടുതൽ നുഴഞ്ഞുകയറ്റക്കാർ, അതായത് പശ്ചിമ ബംഗാളിലെ നോർത്ത് പർഗാനസും അതേപോലെ തന്നെ സൗത്ത് പർഗാനസും പോലുള്ള ജില്ലകൾ, അതേപോലെ തന്നെ മുർഷിദാബാദ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ പശ്ചിമ ബംഗാൾ വോട്ടർ പട്ടികയിലൊക്കെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുമുള്ളവർ കടന്നുകൂടിയിട്ടുണ്ട്. ധാരാളമായി ഇത്തരം ബംഗ്ലാദേശികൾ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ ധാരാളമായി ഇത്തരം ബംഗ്ലാദേശികൾ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ നേരത്തെയും പലതവണ BJP ഉദ്ധരിച്ചതാണ്. ഈ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശികൾക്ക് വോട്ടുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ BJP നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ്. ഇത്തരം വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേതാക്കൾ നേരിട്ട് കണ്ടാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് BJP നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ അതേസമയം ഈ SIR-നെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മമതാ ബാനർജി ഇത്തരം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. മുഖ്യമന്ത്രി തന്നെ തെരുവിലിറങ്ങി SIR-നെതിരെ പ്രതിഷേധിക്കുന്ന അവസ്ഥയാണ്. തൃണമൂൽ കോൺഗ്രസ് ഒന്നാകെ SIR-നെതിരെ രംഗത്ത് വരുന്നു. SIR-ലൂടെ യഥാർത്ഥ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അത്തരം വോട്ടർമാർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആരോപണം. അതേസമയം പ്രധാനമായും നോക്കിക്കാണേണ്ടത്, നമുക്കറിയാം, ബീഹാർ വോട്ടർ പട്ടികയിലുള്ള തീവ്രപരിഷ്കരണം, ആ തീവ്രപരിഷ്കരണത്തിന് മേൽ ഒരു വ്യക്തികൾക്ക് പോലും പരാതിയില്ല എന്നുള്ളതായിരുന്നു. അതായത് സുപ്രീം കോടതി വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായി കടന്നുകൂടിയവർക്കെതിരെ നടപടി വേണമെന്ന് BJP ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ചും ബംഗാളിൽ വലിയ തോതിൽ BLOമാരെ സ്വാധീനിച്ച് അനധികൃതമായി വോട്ടുകൾ ചേർക്കുന്നു എന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.